വെള്ളം ചോരുക, പെയിന്റ് അറന്നു പോകൽ, ഭിത്തിയിൽ പൂപ്പൽ പിടിക്കൽ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. വെള്ളമാണ് ഇവിടെ പ്രധാന പ്രശ്നം. മഴയും വെയിലും മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മുടേത്. വീട് നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ പണിയുന്ന വീടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. വെള്ളം കെട്ടി നിൽക്കുന്നതും ഭിത്തി നനയുന്നതും ഒഴിവാക്കിയാൽ തന്നെ ഒരു ഭൂരിഭാഗം പ്രശ്നങ്ങളും നമുക്ക് ഇല്ലാതാക്കാം. അതിനെ പണിയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭിത്തികൾ വരുന്ന ഭാഗം പരമാവധി സൺഷെയ്ഡ് കൊടുക്കാൻ ശ്രമിക്കുക. കൂടാതെ ടെറസിലും സൺഷെയ്ഡിലും വാട്ടർ പ്രൂഫിംഗ് നിർബന്ധമായും ചെയ്യുക. നമ്മുടെ സൺഷെയ്ഡും റൂഫ് സ്ലാബും വാർത്തതിന് ശേഷം പ്ലാസ്റ്ററിങ്ങിന്റെ സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്ലോപ്പ് കൊടുത്ത് ഒട്ടും വെള്ളം തങ്ങി നിൽക്കാത്ത രീതിയിൽ പൈപ്പ് ഉപയോഗിച്ച് പുറത്തേക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം വാട്ടർ പ്രൂഫ് ചെയ്യുക. കൂടാതെ നമ്മുടെ ടോയ്ലറ്റും ഇതുപോലെ തന്നെ വാട്ടർ പ്രൂഫിംഗ് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഭിത്തിയുടെ താഴ്ഭാഗത്ത് ഇതുപോലെ പെയിന്റ് ഇളകുന്നതും പൂപ്പൽ വരാൻ കാരണം കാപ്പിലറി ആക്ഷൻ, അതായത് ഗ്രൗണ്ടിലെ വാട്ടർ മുകളിലോട്ട് കയറി വരുന്നതാണ്. ഇത് തടയാൻ വേണ്ടി നമുക്ക് DPC, അതായത് ഡാം പ്രൂഫ് കോഴ്സ്, അത് നമ്മളിപ്പോ സാധാരണയായി ബെൽറ്റ് ഉപയോഗിക്കാറുണ്ട്. എന്നിരുന്നാലും അതിന്റെ മുകളിൽ ബിറ്റുമിൻ പ്രൊഡക്ട്സ് നാട്ടിൽ ഒരുപാട് അവൈലബിൾ ആണ്. ഭിത്തി കിട്ടുന്നതിന് മുന്നേ അവ 2 കോട്ട് അടിക്കുന്നതും വളരെ നല്ലതാണ്.